ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ആൻഡ്രോയിഡ് ഗെയിമർ അപ്ഡേറ്റ് വെച്ചുവരുന്ന നമ്മൾ ആസ്ട്രോണംസ് കരിയർ മോഡ് എപ്പിസോഡാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക വെച്ചുവരെ. അപ്പം നമുക്കിന്ന് ഈ എപ്പിസോഡത്തെ ഫസ്റ്റ് മാച്ചിലേക്ക് പോവാം. പിന്നെ അത് ഒരു 15 എന്തോ കളിയായിരുന്നു വെച്ചവനെ. അപ്പോൾ അത് നമുക്ക് മാക്സിമം തന്നെ തീർക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അയക്കുക. നമുക്ക് നേരെ ഫസ്റ്റത്തെ മാച്ചിലേക്ക് പോകാം വെച്ചാൽ. അപ്പോൾ മച്ചാൻ ഫസ്റ്റ് മാച്ച് തുടങ്ങിയിട്ടുണ്ട് വെച്ചാൽ. അപ്പോൾ നമുക്ക് ചാൻസ് ഇട്ട് നോക്കാം വെച്ചാൽ. അവർക്കൊരു ചാൻസ് ഇട്ടിട്ടുണ്ട് വെച്ചാൽ ഇതെങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ലൈഡിൻ്റെ മെസ്സേജ്, രണ്ടാമത്തെ മെസ്സേജ് 3 ക്വാർട്ടർ നല്ല ഗോളായിരുന്നു മച്ചാൻ. എത്ര ടീമിൻ്റെ കിണ്ണം കച്ചികളൊന്നും പറയല്ല മച്ചാൻ. എന്തായാലും വീണ്ടും അവർ ഷോട്ട് ഗോളി സേവ് ചെയ്ത് രണ്ടാമത്തെ ഷോട്ട്. വീണ്ടും 13 മിനിറ്റ് അവർക്കൊരു ചാൻസ്, അത് ഫ്രീക്ക് പുറത്തടിച്ചോളിരിക്കുകയാണ് മച്ചാൻ. അപ്പം നമുക്ക് നോക്കാം മച്ചാൻ. അപ്പോൾ മച്ചാൻ ഞാൻ പുറത്തുനിന്നാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് കാറ്റിൻ്റെയും കിളികളൊക്കെ സൗണ്ട് കേൾക്കും മച്ചാൻ. അതൊന്നും സീനാക്കണ്ട. അപ്പം 34 മിനിറ്റിന് വീണ്ടും അവർക്കൊരു ചാൻസ്, നമുക്കൊരു ചാൻസ് കൂടി ഇതുവരെ കിട്ടില്ല മച്ചാൻ. അപ്പം നോക്കാം മച്ചന്മാരെ. അപ്പം മച്ചന്മാരെ കാര്യം പറയാനുണ്ട്, നമ്മുടെ ടീമിൻ്റെ മറ്റേ എനർജിയൊക്കെ പെട്ടെന്ന് തീരുന്നു. ഓരോ പ്ലേയേഴ്സിൻ്റെ എനർജി വേഗം തീരും. എന്തെന്ന് അറിയില്ല. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നതാണെന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് മച്ചന്മാരെ. നമുക്കൊന്ന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരിക്കും, ട്രെയിനിങ് ഡെവലപ്പ് ചെയ്യാത്തുണ്ടായിരിക്കും മച്ചന്മാരെ. എന്തായാലും നമുക്ക് ഇവരെ ചാൻസ് ഇട്ടുണ്ട്, മാക്സിമം ഗോളാക്കാൻ നോക്കുക. ജാവേർ കുറച്ച് കളികൾ ഫോം ഔട്ടാണെങ്കിലും മറ്റവനെ ഗോൾ അടിച്ചിട്ടുണ്ട്. ഫോം തിരിച്ചെടുത്തെന്ന് തോന്നുന്നത്. ജാവേർ കുറച്ച് കളി ഫോം ഔട്ടായിരുന്നു, എന്തായാലും ഫോം തിരിച്ചെടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. വീണ്ടും അവർക്കൊരു ചാൻസ്. നമുക്ക് ഒരു സ്ലൈഡിനെങ്കിൽ നല്ല ഡിഫെൻഡിങ് അങ്ങനെ ചെയ്തതിനെ. എന്തായാലും ഫസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ സെക്കൻഡ് ഹാഫിലേക്ക് പോകാം സെവനെ. നമ്മൾ നോക്കാം മാക്സിമം മച്ചവന് ഇവിടെ ചാൻസ് ഇടുന്നതിന് വെയിറ്റ് ചെയ്യാൻ മച്ചവന്. എന്തായാലും 70 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, 81 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ. 83 മിനിറ്റിൽ അവർക്കൊരു ചാൻസ് കൺസൈഡ് ചെയ്തിരിക്കുകയാണ് മച്ചവൻ്റെ ഒരു ഗോൾ. എന്തായാലും സാറിന് വെച്ചാൽ നമുക്ക് അടിക്കാൻ കഴിയും. കണ്ടില്ല വെച്ചാൽ എത്ര പേരും തീർന്നു, ആരെ മാറ്റുന്നതായി വെച്ചാൽ. എന്തായാലും ആകെ അത്രയേ ഉള്ളൂ. എന്തായാലും ഫസ്റ്റ് കളി തന്നെ തോറ്റിട്ടുണ്ട്. എന്തായാലും നമ്മൾ സ്ഥാനത്ത് ബേക്കിലോട്ട് പോയില്ല. 38 പോയിൻറ്റുമായി നമ്മൾ തൊട്ട് ബേക്കിലൊരു ടീമുണ്ട് വെച്ചവന്. എന്തായാലും ആരെങ്കിലും മാറ്റണോ നോക്കട്ടെ വെച്ചവരെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വരാം വെച്ചവരെ. അതൊക്കെ മാറ്റിയിട്ടുണ്ട് വെച്ചാൽ. എന്തായാലും രണ്ടാമത്തെ കളി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് വെച്ചവർ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 100 സബ്സ്ക്രൈബേഴ്സാണ് വെച്ചാൽ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മളെ. ഇവിടെ അവർക്ക് ചാൻസ് ഉണ്ട്, നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയാൻ നോക്കാൻ വെച്ചാൽ. നല്ലൊരു സ്ലൈഡ് ഉണ്ടാകുന്ന മകൻ്റെ ഭാഗത്തുനിന്ന്. എന്തായാലും നമുക്ക് നോക്കാൻ പറ്റാൻ മതി ചാൻസ് കിട്ടുമെന്ന്. നമുക്കൊരു ഗിയാക്ക് ഒരു ചാൻസ് ഇട്ടുണ്ട്. ഗിയ എന്ന് എന്തെന്നറിയില്ല, നോക്കണം വെച്ചാൽ മതി. അത് ചിലപ്പോൾ അടുത്തതിൻ്റെ എപ്പിസോഡ് നോക്കാൻ വെച്ചാൽ. എന്തായാലും ഈ എപ്പിസോഡ് വേഗം തീർക്കാൻ നോക്കാൻ വെച്ചാൽ. ചിലപ്പോൾ ലാസ്റ്റ് ആയിരിക്കും ടോപ്പ് സ്കോറൊക്കെ കാണിക്കുന്നത്. നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല സ്റ്റൈൽ ഉണ്ടാക്കുന്ന മിസ്സായിരിക്കുകയാണ്. വീണ്ടും നല്ല ബോഡിയിൽ മികച്ച സേവ്. വീണ്ടും നമ്മൾക്ക് ക്ലിയർ ചെയ്ത് കളിക്കണം വെച്ചാൽ. 37 മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നോക്കാം വെച്ചാൽ. അവർക്ക് ചാൻസ് നല്ല ഡിഫെൻഡിങ്. നല്ല ഡിഫെൻഡിങ് ആണ് അത് വെച്ചവനെ. നോക്കാൻ വെച്ചാൽ ചാൻസ്. എന്തായാലും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്, ഒരു ഗോൾ അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് പോവുകയാണ് വെച്ചാൽ. എന്തായാലും സെക്കൻഡ് ഹാഫിന് നമുക്ക് കിട്ടിയ ചാൻസ് അത് മിസ്സായിരിക്കുകയാണ് വെച്ചാൽ. എന്തായാലും സാറില്ല. എന്തായാലും ആകെ അത്രേ ആയിട്ടുള്ളൂ. 65 മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ. ഒരു ഗോളിന് ലീഡ് എടുക്കുന്നുണ്ട്. 75 മിനിറ്റിൽ അവർക്കൊരു ഫ്രീ കിക്കുകയാണ് എന്ന്
ഷോർട്ട് ഫ്രീ കിക്ക് എടുക്കുന്ന വെച്ചാൽ ഷോർട്ട് ഫ്രീ കിക്ക് എപ്പോഴും ഡേഞ്ചറാണ്. ഗോളിയുടെ മികച്ച സേവ്. 80 മിനിറ്റും കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ മതി. നോക്കാം, നമുക്കൊരു ചാൻസ് കിട്ടില്ല ഈടെ ഉയർത്താൻ. എന്തായാലും വെച്ചാൽ നമ്മൾ കളി ജയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കളി തോറ്റെങ്കിൽ രണ്ടാമത്തെ കളി ജയിച്ച് 41 പോയിൻ്റോടെ 2ാം സ്ഥാനത്തുണ്ട്. എങ്ങനെ വെച്ചാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ 2 ഗെയിം പ്ലേൻ്റെ കമൻറ്റിങ്ങൾ ഗെയിം പ്ലേനെ കുറിച്ചുള്ള കമൻറ്റിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഞാൻ അടുത്ത കളിയിൽ കാണാൻ പറ്റുമോനെ. അങ്ങനെ വെച്ചാൽ അടുത്ത മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ചാൻസ് ഉണ്ട്. ഗിയ സിറ്റുവേഷൻ ഡാർക്ക് ജാവേറിനെ ചൊടുകയാണ്. ജാവേർ മികച്ച ഫോണാണ്. ജാവേർ ഗിവി നല്ലൊരു ടീം വർക്കിനുള്ള ശ്രമമാണ്. നല്ലൊരു പാസ് ആൻഡ് പ്ലേ. ഗിവി ടു ഗിയ ഒരു ബാക്ക് ടാൻഡ് ഷോട്ട് ഗോൾ ഗൈസ്. ഗോൾ ചെയ്യാൻ ടീം വർക്കോടെയുള്ള ഗോളാണിത്. വാർത്തായി ഗോൾ, നല്ലൊരു ഗോളാണ്. ടീം വർക്കുള്ള ഗോളൊക്കെ മികച്ച ഗോളായിരിക്കും വെച്ചാൽ മതി. മാക്സിമം സപ്പോർട്ട് ചെയ്യാം. വീണ്ടും നമുക്കൊരു ചാൻസ്, അഗെയിൻ ചാൻസ്. ആണോ ഗിയ സ്കോർ ബൈ again goal score ഗിയ. വീണ്ടും അവർക്ക് ചാൻസ് ഇട്ടിരിക്കുകയാണ്. എന്തായാലും അത് ഷോട്ട് എടുത്ത് കളറിനെ വിളിച്ചിട്ടുണ്ട്. 23 മിനിറ്റിൽ വീണ്ടും നമുക്കൊരു ചാൻസ്. സ്ക്വയർ ഹാട്രിക് ഇല്ലെങ്കിൽ ഗിവിയുടെ ഫസ്റ്റ് ഗോൾ. ഗിവി സിറ്റുവേഷൻ ഗിവി സിമ്പിളായി ഗിവി ടീം ക്യാപ്റ്റൻ ഗിവി അത് കൂളായി അടിച്ചിട്ടുണ്ട്. ഒരു സീനുമില്ല. അപ്പം നമുക്ക് നോക്കാൻ വെച്ചാൽ മതി ഇവിടെ ചാൻസ് കിട്ടുമെന്ന്. മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അയക്കാൻ വെച്ചാൽ മതി. നിങ്ങൾ മാക്സിമം നമ്മൾ ചാൻസ് ഇടുന്നത് വെയിറ്റ് ആക്കാൻ വെച്ചാൽ മതി. എന്തായാലും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് പോകാൻ വെച്ചാൽ മതി. സെക്കൻഡ് ഹാഫിൽ ചാൻസ് കിട്ടാൻ നോക്കാൻ വെച്ചാൽ മതി. നല്ലൊരു പാസ് ഷോട്ട്. ഓടിയാണ് നല്ല സേവ് വെച്ചാൽ 3 ലീഡായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ അടിക്കുന്നത്. അപ്പം നമ്മൾ നോക്കാൻ വെച്ചാൽ 70 മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട്, 75 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും 80 മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ നമുക്ക് ചാൻസ് കിട്ടിയില്ലെങ്കിൽ പ്രശ്നം, കളി ജയിച്ചാലും മതി എന്ന് വെച്ചാൽ നമ്മൾ കളി ജയിച്ചിട്ടുണ്ട്. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്തായാലും ലീഗ് എന്തായാലും അടിക്കാനില്ല. ടീം ടോപ്പേഴ്സ് ഇവരാണ് ടീം ടോപ്പേഴ്സ് തോന്നുന്നു. ലീഗ് അടിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായി വെച്ചാൽ സെക്കൻഡ് ഇങ്ങനെ പോയതാണ് വെച്ചവനെ. അപ്പം ഫസ്റ്റും സെക്കൻഡിനെ പ്രൊമോട്ട് ആയിട്ടുള്ളൂ മറ്റേ സ്പെയിൻ ലീഗിലേക്ക്. ഫസ്റ്റ് ടീമിനും സെക്കൻഡ് ടീമിനെ പ്രൊമോട്ട് ചെയ്തുള്ളൂ സ്പെയിൻ ലീഗ്, നാഷണൽ സ്പെയിൻ ലീഗിലേക്ക്. അപ്പം അത് 4 ഡിവിഷനായിട്ടുണ്ടെന്ന് തോന്നുന്നു വെച്ചവനെ. അതിൽ നിന്ന് ജയിച്ചാൽ റയൽ മാഡ്രിഡിനെതിരേക്ക് കളി വരും വെച്ചാൽ മതി. ചാമ്പ്യൻസ് ലീഗൊക്കെ കളിക്കാൻ നമുക്ക്. അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റും സെക്കൻഡും അത് വന്നടിക്കാം. എന്തായാലും ഫസ്റ്റ് അടിക്കാൻ കഴിയില്ല. അപ്പോൾ സെക്കൻഡ് എങ്ങനെ നോക്കണം വെച്ചാൽ മതി. നമുക്ക് മാക്സിമം നോക്കാം സെക്കൻഡ് അടിക്കാൻ കഴിയും. എന്തായാലും ഇവിടെ ഹാഫ് ടൈം ആയിട്ടുണ്ട്. ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. ഗിയാന്ന് പോകുന്ന ഒരു ഗോൾ അടിച്ചിരുന്നു വെച്ചാൽ നമുക്ക് നോക്കാം. വീണ്ടും ഒരു ചാൻസ് അവർക്ക്, നല്ലൊരു ചാൻസോ, നല്ല ഡിഫെൻഡിങ്ങോ. വീണ്ടും ഒരു ഷോട്ട് വെച്ചത് ഗോൾ കീപ്പർ സേവ് ചെയ്തിരിക്കുകയാണ് വെച്ചാൽ മതി. 60 മിനിറ്റിൽ വീണ്ടും നമുക്കൊരു ചാൻസ് ഇട്ടിരിക്കുക. നമ്മളെ ടീമിൻ്റെ എനർജിയൊക്കെ പോയി. എന്നാലും ഗിയ അഗെയിൻ ടോപ്പ് സ്കോർ, ടീം ടോപ്പ് സ്കോർ. നല്ലൊരു ഷോട്ട് ഗോളായിരിക്കുകയാണ് വെച്ചാൽ മതി. ഗിയയുടെ നല്ല ഗോളായിരുന്നു. എന്തായാലും സീനില്ല വെച്ചാൽ മതി. നമ്മൾ 2 ഗോളായി. ഇനി എന്തായാലും പൊടിക്കുന്ന പക്ഷേ ജയിക്കും. കുറച്ച് സബ്ബൊക്കെ വരുത്തണമെന്ന് നോക്കട്ടെ വെച്ചാൽ മതി. അപ്പം എന്താ സബ്ബൊക്കെ വരുത്തിയിട്ടുണ്ടായാലും സെക്കൻഡ് ഹാഫിൻ്റെ ഗിയക്ക് ഒരു ചാൻസ്, നമുക്കൊരു ചാൻസ് ഇട്ട് ഗിയാണ് ഇപ്പോൾ ഗോൾ എടുത്തെങ്കിൽ ഗിവി കൊടുത്തു. ഗിവിയുടെ ഷോട്ട് ഗോൾ ഗൈസ്. ഈസി ഗോളായിരുന്നുണ്ട്. എന്തായാലും ഈസി ഗോൾ അടിച്ചു ഗിവി.
എന്തായാലും 70 മിനിറ്റും കഴിഞ്ഞിട്ട് മച്ചവന് 3 ഗോൾ ലീഡുണ്ട്. നമ്മൾ ടോപ്പേഴ്സിനാണ് അടിച്ചുറക്കിയത് ഇപ്പോൾ. അവർക്ക് ചാൻസ് ഷോട്ട് വെച്ച് ഗോളിയുടെ സേവ്. എന്തായാലും ഈ കളി നമ്മൾ ജയിച്ചു മച്ചവൻ. എന്തായാലും 54 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നെന്തായാലും ഒരു 3 ഗോളൊന്നും അടിക്കില്ല. നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓ നല്ല ഡിഫെൻഡിങ്, ഗുഡ് ഡിഫെൻഡിങ്. കളി കഴിയാനായിരിക്കും. അങ്ങനെ മച്ചവനെ കളി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം ചേഞ്ച് ഉണ്ടോന്ന്. ഇല്ല മച്ചവനെ നോക്കാം. 52-47 പോയിൻ്റാണ്. എന്തായാലും ഒരു 6 പോയിൻ്റ് ഡിഫറൻസ് അവൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു മച്ചവനെ. നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാൻ മച്ചവനെ അടിക്കാൻ കഴിയുമെന്ന്. മാക്സിമം സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ട്രോഫി ഒന്നും അടിക്കാൻ മച്ചവനെ. നമ്മൾ വലിയ സൈനിങ് നടത്തിയിട്ടില്ല മച്ചവനെ. അപ്പോൾ മച്ചവനെ നമ്മൾ 6 കളിയായിട്ട് കളിച്ചെന്ന് തോന്നുന്നു. എന്തായാലും ഈ എപ്പിസോഡിൽ വെച്ച് എൻജോയ് ചെയ്യാൻ സമയം മച്ചവനെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക മച്ചവനെ. അടുത്ത വീഡിയോയുമായി കാണാം മച്ചവനെ. താങ്ക് യു ഫോർ വാച്ചിങ്.